Friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ കുറച്ച് അക്സസറീസ് ആണ്. അപ്പോൾ ഞാനത് ക്വാളിറ്റി വൈസ് നോക്കിയിട്ട് നല്ല ക്വാളിറ്റി നോക്കി മാത്രമായിട്ട് എടുത്തേക്കുന്നതാണ്, അല്ല ഈ എടുത്ത് വെച്ചേക്കുന്നതല്ല. പിന്നെ അത് നമ്മൾ ആമസോണിൽ നിന്ന് 𝘼𝙘𝙘𝙘 കൂടിയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിളിക്കുക. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നമ്മുടെ ഈ ബാക്ക് ലൈറ്റിനെ കുറിച്ചാണ്. ഇത് LED ആണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 280 rupees ആണ് ഉള്ളൂ. ഞങ്ങൾ കത്തിച്ച് കാണിച്ചു തരാം. ഒരു ചാർജിൽ ശരിക്കും ഒരു ഇതാ കണ്ടോ, കുറേ മോഡുണ്ട് ഉണ്ടോ, കുറേ ടൈപ്പ് മോഡുണ്ട്. വാട്ടർ പ്രൂഫാണ്, അതുപോലെ നമ്മുടെ USB ചാർജിങ് ആണ്. പിന്നെ ഒരു ഞാൻ നോക്കിയപ്പോൾ ഒരു 4 മണിക്കൂർ 5-6 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. ഈ ബ്ലിങ്കിങ് ഇടുമ്പോൾ ഫുൾ ടൈപ്പ് കത്തണതിൽ കുറച്ച് കുറയും, ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ കിട്ടുള്ളൂ. ബ്ലിങ്കിങ്ങിൽ എന്തായാലും ഒരു 6 hours എന്തായാലും കിട്ടുന്നുണ്ട്. അതുപോലെ ചാർജിങ്ങും പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട്. നമ്മുടെ നോർമൽ USB ആണ്, USB ടു മൈക്രോ USB. നമ്മുടെ നമ്പർ ഫോണിൻ്റെതായാലും മതി. ഇതിൽ അഡാപ്റ്റർ ഉണ്ടാവും. അഡാപ്റ്റർ ഇല്ല, വയർ മാത്രമേ ഉള്ളൂ, അഡാപ്റ്റർ ഇല്ല കേട്ടോ ഇതിൽ ബോക്സിൽ. അപ്പോൾ അത് 280 rupees ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങാം. പിന്നെ അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ഇതാണ് സീറ്റ് കവർ. ഇത് 𝘼𝙘𝙘𝙘 മെമ്മറി ഫോമിൻ്റെ ആണ്, ജെല്ലല്ല. അവിടെ ജെല്ല് ഉണ്ടായിരുന്നില്ല. പിന്നെ ജെല്ലുണ്ടെന്ന് നമുക്ക് കോസ്മോലൊക്കെ ജെല്ല് കിട്ടും, പക്ഷേ അതിനൊരു 1000 രൂപ അടുത്ത് വരും. ഇതും വലിയ മോശമില്ല, നമുക്കറിയാം. നല്ല ഒരു കുഷൻ കിട്ടുന്നുണ്ട്, നോർമലിനെക്കാട്ടും അത്യാവശ്യം കുഷൻ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു 299 രൂപയാണ് വേണ്ടിയതിന്. നമ്മുടെ എല്ലാ സൈസ് അവൈലബിൾ ആണ്. അങ്ങനെ വലിച്ച് നമ്മൾ ടൈറ്റ് ആക്കുന്ന ടൈപ്പാണ്. അപ്പോൾ മിക്ക എല്ലാ സൈക്കിളിനും പറ്റും. ഒരു സൈസ് അവൈലബിൾ ഉള്ളൂ, ലാർജ് സൈസായിരുന്നു, ഒരു സ്റ്റിക്കർ ഉണ്ടാകുന്നില്ല. ഇത് 𝘼𝙘𝙘𝙘 ആണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ബോട്ടിൽ ഹോൾഡറാണ്. അപ്പോൾ ഇത് ബോട്ടിൽ ഹോൾഡർ നമ്മുടെ പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് പോലത്തെയാണ്. സ്ക്രൂ തന്നെയാണ്, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഊരാൻ പറ്റുന്ന ടൈപ്പ് സ്ക്രൂ ആണെന്ന് വെച്ചാൽ ഇങ്ങനത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഈ ഫ്രെയിം സൈസ് കുറച്ച് തടിയുള്ള ടൈപ്പ് ആയത് കാരണം എന്നാലും ടൈറ്റൊക്കെയാണ്, നല്ല ടൈറ്റ് തന്നെയാണ്. ഇത് സ്ട്രോസിൻ്റെ ബ്രാൻഡിൻ്റെയാണ്. നമ്മുടെ കേട്ടിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ സ്പോർട്ടി ഉള്ള സ്ട്രോസിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഇത് 250 ആണെന്നുണ്ട് റേറ്റ് വരുന്നത്. പിന്നെ പറയാനുള്ളത് അടുത്തേക്ക് എത്തിക്കാം, കോപ്പിയെ. പിന്നെ പറയാനുള്ളത് ഈ ലൈറ്റാണ്. ഇത് നല്ലൊരു ലൈറ്റാണ് കേട്ടോ. ഞാൻ 2-3 ലൈറ്റ് ഇതിന് മുമ്പ് വാങ്ങിച്ചു നോക്കി, പക്ഷേ അതിനൊന്നും ബ്രൈറ്റ്നസ് ഇല്ല. ഇതും സിംഗിൾ LED തന്നെയാണ് കണ്ടു, പക്ഷേ നല്ല ബ്രൈറ്റ്നസ് ആണ്. നല്ല ബ്രൈറ്റ്നസ് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ്നസ്. ഇത് നമുക്ക് ടച്ചാണ്. പിന്നെ ഇത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഓൺ ആവും. കണ്ടു, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഡിമ്മാക്കാൻ ഒരു മോഡുണ്ട്, അത് ഡിമ്മ്. പിന്നെ ബ്ലിങ്കിങ്. 3 മോഡുകളാണുള്ളത്. പിന്നെ അമർത്തി പിടിച്ചാൽ ഓഫ് ആവും. സോറി, മാരിപ്പം തൊട്ടു. നമ്മുടെ ഇതിൽ കൂടെ കറക്റ്റ് തൊടാൻ പറ്റുന്നില്ല. ഇത് ഓഫായി. അപ്പോൾ ടച്ച് ആൻഡ് ഹോൾഡാണ് നമ്മുടെ ഓണും ഓഫും. നല്ല ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ റിട്ടേൺ ഓപ്ഷൻ ഉള്ള, നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും റിട്ടേൺ ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് നോക്കുക. എന്താ വെച്ചാൽ ഞാൻ 2-3 വേറെ ലൈറ്റ് വാങ്ങിച്ച് നോക്കി, പക്ഷേ ഒന്നിനും ഇത്ര റെസ്പോൺസ് ഇല്ല. ഇതിന് നല്ല റെസ്പോൺസും ഉണ്ട്. പിന്നെ ഇതിൽ ലിത്തിയം ബാറ്ററി ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ നോക്കിയപ്പോൾ ഒരു 8 hour എനിക്ക് കിട്ടി. ഞാൻ ഒരു ഡെയിലി ഒരു 1 hour-നും 30 minutes-ൻ്റെയും ഇടയിലാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും എനിക്കൊരു 7 to 8 hour കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഇതിൽ തന്നെ ഹോണുണ്ട്. നമുക്ക് ഇവിടെ പ്ലഗ് കാണാം, പ്ലഗ് അല്ല, സ്വിച്ച് വെച്ചിങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ തന്നെ അറ്റാച്ചിങ് ആണ്. പിന്നെ നമുക്കിത് ഈസി ചാർജിങ് ഉള്ളത് ഇവിടെയാണ് വരുന്നത്, കണ്ടു. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഈ റബ്ബർ ടൈപ്പാണ്. നമുക്കിത് വലിച്ചു കഴിഞ്ഞാൽ ഊരാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഈസി ആയിട്ട് ഊരിക്കൊണ്ട് പോകാം. ഇത് തന്നെയാണ്. അതാണ് സൗണ്ട്. 5 സൗണ്ടുകളുണ്ട്. അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഓരോ സൗണ്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര സൗണ്ട് ആൾക്കാർക്ക് കൂടുതൽ പൊടിയില്ല, അതുകൊണ്ടാണ് ഇവ നിർത്തിയത്. പിന്നെ നമുക്കടുത്തൊരു സ്പീഡോമീറ്ററാണ്. സ്പീഡോമീറ്ററിൻ്റെ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. സൺഡിഗിൻ്റെ ആണ്, നല്ല ബ്രാൻഡിൻ്റെയാണ്. പിന്നെ അതുപോലെ ബാക്ക് ലൈറ്റ് ഉള്ളതാണ്, അതുപോലെ മെമ്മറി ഉള്ളതാണ്, ടൈം ഉള്ളതാണ്, അതുപോലെ ടെമ്പറേച്ചർ ഉള്ളതാണ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും ഉള്ളതാണ്. അതിനൊരു 550 റേഞ്ച് വരുന്നുണ്ട്. ഇത് കറക്റ്റ് ഇപ്പോൾ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഈ സൺലൈറ്റ് കാരണം അങ്ങോട്ട് ക്ലിയർ ആവും. അപ്പോൾ കുറച്ച് ക്ലിയർ കിട്ടുന്നുണ്ട്. ലൈറ്റും ഉണ്ട് ഇതിൽ, പച്ച ലൈറ്റ് കണ്ടു. ഇത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ ഇത് കാണിക്കുന്നത് നമ്മുടെ കിലോമീറ്ററാണ്. അത് നമ്മൾ ഓടി തുടങ്ങുമ്പോൾ 0 ആവും, അതുവരെ ഇങ്ങനെ നിൽക്കിറക്കുക. പിന്നെ ഇപ്പോൾ ടോട്ടൽ കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം, അതുപോലെ സ്റ്റോപ്പ് വാച്ച്, എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇടാം. മച്ചേൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടുണ്ടായിരുന്ന ലിങ്ക്. ഇത് പക്ഷേ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പം ഈ സൈക്കിൾ ബൂമായി കാരണം എല്ലാവരും വാങ്ങിയിട്ട് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വേറെ വല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വിടാം.
അതുപോലെ ഇത് നോർമൽ ബെല്ലാണ്, ഇത് ആമസോൺ വാങ്ങി തന്നെയാണ്. പ്ലസ് വിത്ത് നമ്മുടെ എന്താ പറയുക ഡയറക്ഷൻ കാണിക്കുന്ന ഇതുകൊണ്ട് അതിൻ്റെ അറ്റാച്ച്മെൻ്റാണ് താഴെ. അപ്പോൾ നമുക്കിതൊരു വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നോർമൽ ബെല്ലിനെക്കാട്ടും കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഫീച്ചറുള്ള ബെല്ലാന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നെയുള്ളത് ഈ മിററാണ് വാങ്ങിയത്, അത് ആമസോണിൽ തന്നെയാണ് വാങ്ങിയത്. വലിയ യൂസ് എന്ന് വെച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക്കാണ്, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം യൂസ്ഫുള്ളാണ്. അതിൽ ബാക്കിൽ വന്ന വണ്ടികളുടെയൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഉള്ളത് എക്സ്ട്രാ ഫിറ്റിംഗ് ഞാൻ പറയാനുള്ളത്, ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചിട്ടില്ല. പക്ഷേ ഇനി വെക്കാനുള്ള ഉദ്ദേശമുള്ളത് ഇൻഡിക്കേറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്നും ഞാൻ വെച്ചിട്ടില്ല, അതാണ് ഇൻഡിക്കേറ്റർ പ്ലസ് ഹോൺ പ്ലസ് ബ്രേക്ക് ലൈറ്റൊക്കെ ഉള്ളതാണ്. ഇതും ഫാസ്റ്റ് ഫെഡിൻ്റെ തന്നെയാണ്, അത് ആമസോണിൽ തന്നെ വാങ്ങിയത് തന്നെയാണ്. ക്ലിയർ ആവട്ടെ. ഇത് ഇവരെ കുറേ മോഡലുണ്ട്, അതിൽ ആദ്യത്തെ മോഡലാണ്, ആമസോണിൽ വാങ്ങിയത് തന്നെയാണ്. ഇതാണ് സേഫ്റ്റി ലാമ്പ് എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ലൈറ്റായിട്ടും വരും, പക്ഷേ അത്യാവശ്യം സൈസും ഉണ്ട്, ഹോണും ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്, എല്ലാം കൂടി പ്ലസ് ആണ്. ഹോണ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം കൂടി ഉള്ളതാണ്. അപ്പോൾ ഈ സാധനം ഫ്രണ്ടിൽ ഇതിൽ പക്ഷേ രണ്ട് നമ്മുടെ നോർമൽ AA പാറ്റേൺ ഇട്ടുള്ളത്. പിന്നെ അത്യാവശ്യം സൈസ് ഉണ്ട്. ഇവിടെ എനിക്കിത് തന്നെ എനിക്ക് കൊള്ളുണ്ടാകുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വെക്കാനിരിക്കുന്നത്. റിട്ടേൺ ചെയ്താലോ ആലോചിച്ചിട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ വരും, പടം കൊടുക്കുന്നുണ്ടോ, ഈ ഒരു ബ്രാൻഡായിട്ട് വരും, ഈ ഒരു ലുക്കായിട്ട് വരും നമ്മുടെ സൈക്കിൾ. മുമ്പിലും ഒരു ലൈറ്റ് ഉണ്ട് ചെറുതായിട്ട്, നമ്മുടെ പാർക്ക് ലൈറ്റ് പോലെ, അതായത് ഇമ്മ കാണാം. അപ്പോൾ ഇതും ഞാൻ വാങ്ങിയത് തന്നെയാണ്, പക്ഷെ വെച്ചിട്ടില്ല, സ്ഥലമില്ലാത്തത് കൊണ്ടാണ് മെയിൻലി വെക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ സൈക്കിളിൽ ഇങ്ങനെ ബാക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ പൊന്തിച്ച് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ, ഹൈറ്റ് കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ നിങ്ങൾക്ക് വെക്കാൻ വേണമെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ ഇനി വെക്കാൻ പോകുന്നത് ബ്രേക്ക് ഗിയർ വെച്ചാലോ എന്ന് ആലോചന ഉണ്ട്. നല്ല ടൈറ്റാണ് സംഭവം. അപ്പോൾ ഞാൻ ഇവിടെ തൃശ്ശൂരുണ്ട് സ്ഥലം, അപ്പോൾ ഒരു ഷോപ്പ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ 2000 രൂപ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഷിമാനോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 2000 രൂപയ്ക്ക് ഷിമാനോ 2000 രൂപയ്ക്ക് തരില്ല എന്നവർ പറഞ്ഞത്, വേറെ ഏതോ ബ്രാൻഡെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒന്ന് ശരിയാക്കാന്നുണ്ട്, വെച്ചാൽ ഓടിക്കുമ്പോൾ തട്ടുന്നത്, കാരണം ഞാൻ ദൂരിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല, കുറച്ച് ടൈറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ചെയിൻ, അതിപ്പോൾ എന്തായാലും നമ്മൾ ഗിയർ വയ്ക്കുമ്പോൾ ഒരു ചെയിൻ മാറ്റുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ എന്തായാലും സോൾവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഗിയർ നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്കൊരു യൂസ്ഫുൾ ആയിരിക്കും. ഇവർ പറഞ്ഞത് 2000-2500 ഇടയിൽ വരുന്നതാണ്, ഷിമാനോ അല്ലാണ്ട് തന്നെ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.